Hey guys, ഫ്യൂച്ചർ ക്യാമറാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡൂഡിൻ്റെ ഡേ ആണ് ഇനി അടുത്ത ദിവസം. അപ്പോൾ ഡൂഡിനോട് കഥയൊക്കെ പറഞ്ഞ് നാളെ 27 ആയതുകൊണ്ട് നൂലുകെട്ടാണ് ഡൂഡിൻ്റെ. അതിനാ നമ്മൾ ഒഫീഷ്യലായിട്ടൊരു ചടങ്ങായിട്ട് നമ്മുടെ പേരുമണി എന്ന് പറയും. അങ്ങനെ അവൻ്റെ കഥയൊക്കെ പറഞ്ഞ് നേരെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. ചെക്കൻ്റെ കഥയും ഹൈംപഴി എല്ലാവരും പറഞ്ഞ് നേരെ ഒന്ന് നെടുമ്പാശ്ശേരിയിലൊക്കെ പോയി. പിന്നെ നമ്മുടെ ഏട്ടിട അനിയത്തിട എൻഗേജ്മെൻറ്റും ആണിന്ന്. അപ്പം അതിൻ്റെ പേരിൽ തലേദിവസത്തെ പരിപാടി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ആയിട്ടുള്ള എല്ലാവരും എൻ്റർടൈൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അനിയത്തിക്ക് ഒരു ചെറിയ ഓൺ പരിപാടിയൊക്കെ കൊടുത്തു. എല്ലാവരും കൂടി ഒന്ന് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചിട്ട് കുറേ നാളായി. അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് ഡാൻസൊക്കെ കളിച്ച് സുഖമായിട്ട് ഹാപ്പി ആയിട്ട് പൊളി എൻ്റർടൈൻമെൻ്റൊക്കെ എടുത്ത് കുറച്ച് നേരം നല്ല പഴയ പാട്ടുകളൊക്കെ ഡാൻസൊക്കെ കളിച്ച് സീനായിരുന്നു. എല്ലാവരും കൂടി ഒരു പൊള്ളിയിടുകയിൽ തന്നെയായിരുന്നു ഇന്നലെ നൈറ്റ്. കുറേ നേരം ഒരു 20 മിനിറ്റ് ഹാപ്പി ആയിട്ടൊക്കെ തന്നെ നല്ലോണം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഡാൻസൊക്കെ കളിച്ച് അണ്ണൻ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി സുഖമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം വന്ന് ഡാൻസ് കളിക്കണം. പിന്നെ അവിടുത്തെ കാര്യങ്ങളും കൂടി കഴിഞ്ഞ് പയ്യെ പിരിഞ്ഞ് പിറ്റേ ദിവസം നേരെ വൈഫ് ഹൗസിലോട്ടെത്തി. അമ്മയാണ് കൊച്ചിനെ മടിയിലോട്ട് വന്നത്. അവിടെ നിന്ന് അവനെ കയ്യിലോട്ട് മേടിച്ച് പേരുമണി ഞാൻ തന്നെയാണ് കെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെയാണ് അതിനുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് ചരടൊക്കെ കെട്ടി ഞാൻ ജീവിതം കിട്ടിയിരുന്നു. ചരടൊക്കെ കെട്ടി എല്ലാവരും പുള്ളിയൊക്കെ വായിലൊക്കെ വെച്ച് കൊടുത്ത് അമ്മ കയ്യിൽ വളയൊക്കെ ഇട്ട് അച്ചപ്പനൊക്കെ ഉണ്ട് ഫോട്ടോ ഒക്കെ ഇടിപ്പിച്ച് കുറച്ച് പേരുണ്ടായിരുന്നു. അവരുടെ ഫാമിലിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്ന് ഫുഡടിയൊക്കെ കഴിഞ്ഞ് പിള്ളേരും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയൊക്കെ ഒരു പെരുമണി ചടങ്ങായിരുന്നു. പിന്നെ പിള്ളേർക്ക് അവലും വലുതൊക്കെ കണ്ടിട്ട് മറ്റേ ഇങ്ങനതാ ഇതിനാ സുന്ദരിയും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ ഇരുന്ന് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ സാധനമൊക്കെ ഒരിക്കലും തിരിച്ചു കിട്ടൂല. പിടിച്ചാരെങ്കിലും മുന്നിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ അവിടെ നിന്ന് പയ്യവനോട് പയ്യും പറഞ്ഞ് നേരെ പിരിഞ്ഞ്. ജീവിതം നല്ല ചോറിന്നലാണ്. ചോറിറ്റ കുറക്കാൻ പറഞ്ഞാൽ കേൾക്കൂല.